പ്രിയപ്പെട്ട സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്ക് ഹൃദയഭേദകമായ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന തരത്തിലുള്ള ഒരു കളിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ചെന്നൈയുടെ എല്ലാ പ്രതീക്ഷകളും എന്ന് തന്നെ പറയാം കാറ്റിൽ പറത്തിക്കൊണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫിൽ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല. ഒരു CSK ആരാധകൻ എന്ന നിലയിൽ വളരെയധികം വിഷമത്തിലാണ്. സഞ്ജു സാംസണിൻ്റെയും അതുപോലെ തന്നെ ടീമിൻ്റെ മൊത്തത്തിലുള്ള ബാറ്റിംഗ് പെർഫോമൻസിൽ ഒട്ടും തൃപ്തനല്ല. സഞ്ജു നല്ലൊരു തുടക്കം തന്നെ കൊടുത്തെങ്കിലും അത് മുതലാക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല. സഞ്ജുവിനറിയാം ടീമിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ സഞ്ജു തന്നെ ഒരു 50 റൺസിന് മുകളിൽ അടിച്ചിരുന്നെങ്കിൽ എന്ന് വരെ ചിന്തിച്ചു പോയി. കാരണം സ്കോർ എന്തായാലും ഒരു 200 കടന്നേനെ. ഇത്തവണ രക്ഷിച്ചത് സത്യം പറഞ്ഞാൽ കാർത്തിക് ശർമ്മ നല്ല രീതിയിൽ കളിച്ചു. അത് കഴിഞ്ഞിട്ട് വന്ന ബ്രേവിസ് ഹെഡ്, ദൂബെ ഇവരൊക്കെയാണ് 180 റൺസെങ്കിലും എടുക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെ സഹായിച്ചത്. ഋതുരാജ് ഗെയ്ക്വാദ് ശരിക്കും അദ്ദേഹത്തോട് ഒരു വിമർശനമല്ല, ഒരു സഹതാപമാണ് തോന്നുന്നത്. കാരണം പാവം എന്തോ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, പക്ഷെ ആ കോൺഫിഡൻസ് ബാറ്റിങ്ങിലോ മറ്റു പെർഫോമൻസുകളിലോ കാണിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയോ ഇവിടെ വരെ എത്തി എന്ന് പറയാം, പക്ഷേ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം വളരെ മികച്ച ഒരു ക്യാപ്റ്റൻ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു മത്സരമാണ്. എന്നിരുന്നാൽ കൂടിയും ഭാഗ്യം പിന്തുടരുന്നില്ല. ഒരു കണക്കിന് ആലോചിച്ചാൽ ഭാഗ്യം കൊണ്ടാണ് ഇവിടം വരെ എത്തിയതെന്നും പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മെയിനായിട്ടുള്ള പ്ലെയേഴ്സിൻ്റെയൊക്കെ ഇഞ്ചുറി CSK ഇടയ്ക്കിടെ തളർത്തിയിരുന്നു. മികച്ച രീതിയിൽ വന്നിരുന്ന ആയുഷ് മാത്രേ ഇഞ്ചുറി കാരണം പോയി. ഏറ്റവും അവസാനമായിട്ട് ജാമി ഓവർട്ടൺ ഇഞ്ചുറി കാരണം പോയി. ഇവരുടെയൊക്കെ അഭാവം ടീമിനെ നല്ലവണ്ണം ബാധിക്കുന്നുണ്ട്. സത്യത്തിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം മഹേന്ദ്ര സിംഗ് ധോണിക്ക് വേണ്ടി ഈ ഒരു IPL കിരീടം നമുക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ IPL കിരീടം ചൂടി 6ാം തവണ ചാമ്പ്യന്മാരാകണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു ടീമിനെ വെച്ചിട്ട് അത്തരത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ നല്ലതാണോ എന്നറിയില്ല. നമ്മൾ പറയുന്ന പോലെ റേഷൻ കട മറന്ന് മണ്ണെണ്ണ മേടിക്കണോ എന്ന് പറയുന്നത് പോലെ. കാരണം അത്രത്തോളം മികച്ച ടീമും മികച്ച പ്ലേയും കാഴ്ചവെച്ച പഞ്ചാബിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ. ഇനിയിപ്പോൾ പ്ലേ ഓഫിൽ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് എല്ലാ കളിയും തോക്കണം, രാജസ്ഥാൻ എല്ലാ കളിയും തോക്കണം. അങ്ങനെ മറ്റുള്ളവർ എല്ലാ കളിയും തോക്കാനും അടുത്ത കളി GT ആയിട്ട് ചെന്നൈ ജയിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുമാതിരി ഗതികെട്ട അവസ്ഥയാണ്. എന്നിരുന്നാൽ കൂടിയും അതല്ലാതെ മറ്റൊരു വഴി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നെറ്റ് റൺ റേറ്റിനൊക്കെ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും. എന്നിരുന്നാൽ കൂടിയും ചെന്നൈ